ഞമ്മക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം ഞാൻ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഡ്രസ്സ് എടുക്കും. അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കും, എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു വീഡിയോ പോലുമില്ല. അങ്ങനെ നമ്മൾ പോകാൻ നേരത്ത് കാറ് മുന്നോട്ട് പോകണമെങ്കിൽ പാട്ട് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് പാട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാട്ടെല്ലാം കിട്ടിയിട്ട് നമ്മൾ പിന്നെ കാറിൽ കയറി. രാവിലെ തന്നെ ഉറക്കത്ത് നണിച്ച് പോവുകയും കൊണ്ട് എൻ്റെ കണ്ണുമുഖം കണ്ടാലറിയാം ഞാൻ ഉറക്കത്ത് നണിച്ചിട്ടാണ് വരുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ക്ഷീണമൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ പോണത് നരിക്കുനിക്കാണ്. അപ്പൊ നരിക്കുനി പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് പോകാനുള്ളത് മാമിന്റെ വീട്ടിലേക്കാണ്. കാറ് നമ്മൾ സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മാമിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ കുറച്ച് മാങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോണ വഴിക്ക് നമ്മൾ അവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് അവിടെയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കിറ്റ്കാറ്റ് വാങ്ങി. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്നത് കണ്ടാൽ മാങ്ങ വെക്കാൻ വരുന്ന ആൾക്കാരെ മാതിരിയില്ലേ. എത്ര റുപ്യ? പിണ്ണാക്കനുണ്ട് വിലന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ പരുത്തിക്കോട്ട. അങ്ങനെ മാങ്ങ അവിടെ കൊടുത്തപ്പോൾ മാമി ഉണ്ടാക്കിയ തുറമാങ്ങ തന്നിട്ടു. എനിക്ക് എന്റെ കൊതി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് കടിച്ച്. അവിടുന്ന് പിന്നെ നേരെ പോയത് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു ലോണ്ടറിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നരിക്കുനി തന്നെയുള്ള ഡ്രൈ ക്ലീനിങ്ങിന്റെ ഷോപ്പിലേക്ക് നമ്മളത് കൊണ്ടു കൊടുത്ത്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നായിരുന്നു നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചത്. അപ്പൊ സമയം 10 മണി ആവുന്നേ ഉള്ളതിനും. അപ്പൊ നമുക്ക് ഉറപ്പില്ല ഷോപ്പ് തുറന്നിക്കുമല്ലേ. അപ്പൊ പോയി നോക്കാണ്. അപ്പൊ പോയി നോക്കിയപ്പോ മനസ്സിലായി അത് ക്ലോസ് ആണ്. ക്ലോസ് ആയപ്പോ പിന്നെ നമ്മള് അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പിലേക്ക് പോവാന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് കുറേ ഡ്രസ്സ് തിരഞ്ഞ് കുറച്ചെണ്ണം ഇട്ട് നോക്കി. ഇതെല്ലാം ഇട്ടപ്പോൾ യൂണിഫോം പോലെ തോന്നിയിട്ട് അതെല്ലാം മാറ്റി. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ തിരിഞ്ഞു കളിച്ചപ്പോൾ തന്നെ ഡ്രസ്സ് കിട്ടി. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കറങ്ങുന്ന കസേര ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കറങ്ങുക. അങ്ങനെ എൻ്റെ കറക്കെല്ലാം കഴിഞ്ഞപ്പോൾക്ക് ഡ്രസ്സെല്ലാം വാങ്ങി ബില്ല് ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് ആ ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയി.